എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ് എന്നീ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചു. അവയുടെ ഡൊമെയിൻ, റേഞ്ച് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഇവയെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ കുറിച്ചാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈൻ എക്സ് ആണെങ്കിലും അല്ലെങ്കിൽ കോസ് എക്സ് ആണെങ്കിലും അതിൻ്റെ ഗ്രാഫിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇൻവേഴ്സിലേക്ക് പോയത്. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് കൊസീക് എക്സിൻ്റെ ഗ്രാഫിനെ കുറിച്ചൊന്ന് നോക്കാം. ആ കൊസീക് എക്സിൻ്റെ ഗ്രാഫ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഗ്രാഫിൻ്റെ ഷേപ്പാണിത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സ് ആക്സിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് π/2 ഡിസ്റ്റൻസ് ആണ്. 0, π/2, ദെൻ π, 3π/2, 2π, 5π/2, 3π, ഇങ്ങനെ എക്സെട്ര. ലെഫ്റ്റിലോട്ട് അതിൻ്റെ നെഗറ്റീവ് വാല്യൂസ് മാർക്ക് ചെയ്തിരിക്കുന്നു. വൈ ആക്സിൽ യൂണിറ്റ് 1 യൂണിറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് 1 2 3 4 എന്ന അപ്വേർഡും -1 -2 -3 -4 ഡൗൺവേർഡും. അപ്പോൾ ഇതിൽ ഗ്രാഫ് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഒരു വൈറ്റ് പോർഷൻ കാണാം. ഗ്രാഫിലൊക്കെ ഒരു ചെറിയ സർക്കിൾ പോലൊരു പോർഷൻ ഉണ്ട്. ഇവിടെ ഇതായി കാണുന്നതെല്ലാം ഒരു ഹോൾ പോലുള്ള പോർഷനാണ്. അതിൻ്റെ മീനിങ് ഈ പോർഷനിൽ നിന്നും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലെന്നാണ്. അതായത് കൊസീക്കൻ്റ് ഫംഗ്ഷൻ 0, then π, 2π, 3π, 5π ഇങ്ങനെ പോകുന്നു. ലെഫ്റ്റിലോട്ട് -π, -2π, -3π ഇങ്ങനെ പോകുന്നു. ഈ വാല്യൂസിലൊന്നും ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. എന്ന് പറഞ്ഞാൽ ഈ കൊസീക്കൻ്റ് ഫംഗ്ഷൻ്റെ ഡൊമെയിനകത്ത് ഈ പറഞ്ഞ വാല്യൂസ് ഒന്നും വരില്ല. 0 വരില്ല, π വരില്ല, 2π വരില്ല, 3π ഇല്ല, -π ഇല്ല, -2π ഇല്ല. ജനറലായിട്ട് നമുക്ക് പറഞ്ഞാൽ പൈയുടെ മൾട്ടിപ്പിൾസ് ഒന്നും അവിടെ വരില്ല. π, 2π, 3π. ഇവിടെ -π, -2π, അതായത് പൈയുടെ ഇൻറ്റിജർ മൾട്ടിപ്പിൾ nπ നമുക്ക് ജനറലായിട്ട് പറയാം. ഈ nπകൾ കൊസീക്ക് ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ വരില്ല. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ എഴുതാൻ പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം: R = set x such that x = nπ. അതായത് nπകൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് കളയുക. അതായിരിക്കും ഇതിൻ്റെ ഡൊമെയിൻ. റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ -1 1 എന്നുള്ള ഈ പോർഷൻ ഇടയ്ക്കുള്ള വാല്യൂസ് ഒന്നും ഗ്രാഫിനകത്തില്ല. അതായത് ഈ മൊത്തം റിയൽ നമ്പേഴ്സിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവെൽ -1 1 കളയണം. അതായിരിക്കും ഇതിൻ്റെ റേഞ്ച് വരുന്നത്. റേഞ്ച് മീൻസ് ഗ്രാഫുള്ള പോർഷൻ 1 മുതൽ അപ്വേർഡ് ഉണ്ട്, -1 മുതൽ ഡൗൺവേർഡും ഉണ്ട്. അതിനിടയ്ക്കുള്ള പോർഷനിൽ ഗ്രാഫില്ല. സോ അതിനിടയ്ക്കുള്ള പോർഷൻ നമ്മൾ റേഞ്ചിൽ വരില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറയുമ്പോൾ R മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -1 1, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം: ഓൾ റിയൽ നമ്പേഴ്സ് എക്സെപ്റ്റ് ദ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 1 ആൻഡ് -1. ദാറ്റ് ഈസ് R മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ -1 1 ആയിരിക്കും ഇതിൻ്റെ റേഞ്ച്. ഇനി നമുക്ക് നോക്കിയാൽ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇവിടെ വെച്ച് കട്ട് ചെയ്ത്, അതായത് -3π/2 -π/2 ഒരു ബ്രാഞ്ച് എടുത്ത് അത്രയിടത്ത് മാത്രം നോക്കുക. അതുപോലെ -3π/2 -π/2 അത്ര എടുത്തു. അതിൽ നിന്ന് ഈ ഹോളുള്ള പോർഷൻ ഇല്ല. അതായത് -π, അതിൽ നിന്ന് -π കളഞ്ഞു. അടുത്തൊരു ബ്രാഞ്ച് നോക്കിയാൽ -π/2 to π/2, അതിൽ നിന്ന് ഇത് കളഞ്ഞു, ഈ 0 കളഞ്ഞു. അടുത്തത് π/2 3π/2, അവിടുന്ന് നമ്മൾ ഈ π കളഞ്ഞു. കണ്ടോ? അപ്പോൾ ഇങ്ങനെ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇൻ്റർവെൽസുകളിലൊക്കെ ഇത് 1 1 ആയിരിക്കും, 2 ആയിരിക്കും. കാരണം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഗ്രാഫിനെ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ.
ഏത് ഗ്രാഫ് എടുത്താലും ഇതിനകത്ത് ഈ 3 ബ്രാഞ്ചിൽ അങ്ങനെ എല്ലാ ബ്രാഞ്ചസും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പറഞ്ഞ ബ്രാഞ്ചസുകളിലൊക്കെ ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ 2 ആണ്. ഓൺ 2 ആവാൻ കാരണം റേഞ്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 തന്നെ വരികയും ചെയ്യും. റേഞ്ച് ഈസ് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. ഈ ഇടയ്ക്കുള്ള പോർഷൻ ഇല്ല. അപ്പം നമുക്ക് പറയാം ഈ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിനകത്ത് ഇതൊരു 1 1 ആണ്, ഓൺ 2 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ബൈജക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞ ഇൻ്റർവൽസുകളെല്ലാം ഇതെന്തായി, ഈ കൊസീക്കൻ്റ് ഫംഗ്ഷൻ ഇത് ബൈജക്ഷനായി. അപ്പോൾ നമുക്കറിയാം ബൈജക്ഷൻ ആണെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു ഇൻവേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ കൊസീക്കൻ്റ് ഫംഗ്ഷൻ റെസ്ട്രിക്റ്റഡ് ടു എനി ഓഫ് ദ ഇൻ്റർവൽസ് -3π/2 -π/2 -π -π/2 π/2 -0 π/2 3π/2 -8π. ഈ ഇൻ്റർവൽസുകളിലെല്ലാം ഇറ്റ് ഈസ് 1 1 ആൻഡ് ഇറ്റ്സ് റേഞ്ച് ഈസ് നമ്മൾ എഴുതിയിട്ടുണ്ട് r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൺ 2. അപ്പോൾ ഇതെല്ലാം ഇത് 1 1 ആണ് ഇതിലെല്ലാം, കൂടാതെ ഓൺ 2 ആണ്. സോ ഇറ്റ് ഈസ് എ ബൈജക്ഷൻ. അതുകൊണ്ട് നമുക്ക് പറയാം ഹെൻസ് വി ക്യാൻ ഡിഫൈൻ ദ ഇൻവേഴ്സ് ഓഫ് കൊസീക്കൻ്റ് ഫംഗ്ഷൻ ഇൻ ഈച്ച് ഓഫ് ദീസ് ഇൻ്റർവൽസ്. അപ്പോൾ ഈ ഇൻ്റർവൽസുകളിലെല്ലാം നമുക്ക് ഈ കൊസീക്കൻ്റ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്, ഒരു ബൈജക്ഷൻ ആവണം. നമുക്ക് ഈ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഇതാണ്, കൊസീക്ക് റൈസ് ടു -1. വായിക്കേണ്ടത് കൊസീക്ക് ഇൻവേഴ്സ്. സോ കൊസീക്ക് ഇൻവേഴ്സ് ഈസ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷനാണ് ഹൂസ് ഡൊമൈൻ ഈസ്, ഡൊമൈൻ എന്തായിരിക്കും, r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1. കാരണം കൊസീക്കിൻ്റെ റേഞ്ച് ആയിരുന്നു ഇത്. കൊസീക്കിൻ്റെ റേഞ്ചാണ് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഡൊമൈനായിട്ട് വരുന്നത്. ആൻഡ് റേഞ്ച് കുഡ് ബി, റേഞ്ച് നമ്മൾ ഈ പറഞ്ഞ ഏത് വേണമെങ്കിലും ആവാം. ഇങ്ങനെ ബാക്കിയെല്ലാം വരുന്നുണ്ട് എക്സെട്ര. -3π/2 -π/2 -8 -π -π/2 -8 0 π/2 3π/2 -8π എക്സെട്ര. ഇതിലെല്ലാം നമുക്ക് ഇതിൻ്റെ റേഞ്ച് ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ ഞാൻ ആ -π/2 π/2 -8 0 x എന്ന് വിളിച്ചു സെറ്റിനെ, r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 y എന്ന് വിളിച്ചു. അപ്പോൾ ഇവിടെ കൊസീക്ക് എന്നുള്ള ഫംഗ്ഷൻ ഇതാണ് കാണിച്ചിട്ടുണ്ട്, നീല കളറിലുണ്ട് കൊസീക്ക്. അത് 1 1 ആണ്, ഓൺ 2 ആണ്. അതാ പറഞ്ഞത്. ഹെൻസ് എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് എ ബൈജക്ഷൻ. ഈ എക്സിൽ നിന്ന് വൈയിലേക്ക് ഈ ഫംഗ്ഷൻ എന്തായി, കൊസീക്കൻ്റ് ഫംഗ്ഷൻ ബൈജക്ഷനായി. സോ ഇറ്റ് ഈസ് ഇൻവേർട്ടബിൾ. ബൈജക്ഷൻ ആയതുകൊണ്ട് അതെന്തായി, ഒരു ഇൻവേർട്ടബിൾ ഫംഗ്ഷനായി. ഹെൻസ് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ ഫ്രം, ഇൻവേഴ്സ് ആകുമ്പോൾ നേരെ തിരി y to x ആവും. A function from y to x which is the inverse of f. അത് എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്തത് കൊസീക്ക് എക്സ് ആണ്. സോ ദെൻ അതിൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. അപ്പോൾ ഓർക്കുക, ഈ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്തായിരിക്കും, ഈ വൈ ആയിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എക്സും ആയിരിക്കും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ കുറിച്ച്. നമ്മളതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ പറയാം. നമ്മൾ ആദ്യം തന്നെ ഈ ഗ്രീൻ കളറിൽ കാണുന്നത് കൊസീക്ക് എക്സിൻ്റെ ഗ്രാഫാണ്. അത് റെഡ് കളറിൽ കാണുന്നത് കൊസീക്ക് ഇൻവേഴ്സിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഡോട്ടഡ് ലൈൻ വരച്ചിട്ടുണ്ട്, അത് y ഈക്വൽ ടു എക്സ് ആണ്. അവിടെ ഒരു മിറർ വെച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷൻ ആക്കി എടുക്കാം. നമ്മൾ ഓൾറെഡി പറയുന്നതാണ്. ഗ്രാഫ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റിഫ്ലക്റ്റിംഗ് the graph of cosec x with respect to the line y equal to x. y equal to x വെച്ച് ഈ cosec x ഒന്ന് റിഫ്ലക്റ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഗ്രാഫ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കൺക്ലൂഷൻസ് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് -π/2 π/2 -8 0 to r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ഈസ് എ ബൈജക്ഷൻ.
രണ്ടാമത്തെ പോയിന്റ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചുള്ള ഫംഗ്ഷൻ പറയാം. ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 2 -π/2 മൈനസ് സെറ്റ് 0. അതിനെ നമ്മൾ കൊസീക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയും. ഇസ് ദ ഇൻവേഴ്സ് ഓഫ് കൊസീക് എക്സ്. ദെൻ അടുത്തത്, ഇഫ് y ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ച് കൊസീക് എക്സ് ഈക്വൽ ടു എന്താവും, y ഈക്വൽ ടു കൊസീക് എക്സ് ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു കൊസീക് y ആയിരിക്കും. ദെൻ ദ ബ്രാഞ്ച് ഓഫ് കൊസീക് ഇൻവേഴ്സ് എക്സ് വിത്ത് റേഞ്ച്, ഈ പറഞ്ഞ റേഞ്ച്, അതായത് -π/2 മൈനസ് സെറ്റ് 0 ഈസ് കോൾഡ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇതിനെ നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്നും പറയാറുണ്ട്. ഇതായിരുന്നു നമ്മുടെ കൊസീക് ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ. ഇൻ ദ സെയിം വേ വി ക്യാൻ ഡിഫൈൻ ദ റിമൈനിങ് 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ബാക്കിയുള്ള 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും നമുക്ക് ഇതേപോലെ തന്നെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങളത് ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് വിത്ത് ഡൊമൈൻ ആൻഡ് റേഞ്ച്, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസ്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളുടെ ഇനി പഠിക്കാനുള്ള 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡൊമൈനും അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചസുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക, ഇത് കാണാതെ പഠിക്കുക. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 6 ഫംഗ്ഷനും പറയുന്നുണ്ട്. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, കൊസീക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ്. ഇതിൻ്റെ എല്ലാം ഡൊമൈനും പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചും കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് വന്നാൽ, നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യമാണ് സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. പല ക്വാഡ്രന്റുകളിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ സൈൻ എങ്ങനെയായിരിക്കും. നമുക്കറിയാം 4 ക്വാഡ്രന്റ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ എക്സ്, കൊസീക് എക്സ് പോസിറ്റീവ്. തേർഡ് ടാൻ എക്സ്, കോട്ട് എക്സ് പോസിറ്റീവ്. ഫോർത്ത് കോസ് എക്സ്, സീക്ക് എക്സ് പോസിറ്റീവ്. ബാക്കി എല്ലാ റേഷ്യൂസും അവിടെ ആ ക്വാഡ്രന്റുകളിൽ നെഗറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുമ്പോൾ നമ്മൾ ആംഗിൾ തീറ്റ എന്ന് തന്നെ മാർക്ക് ചെയ്യും. സെക്കൻഡ് ക്വാഡ്രന്റിൽ അത് π - θ ആയിരിക്കും. തേർഡിൽ -π - θ ആയിരിക്കും. ഫോർത്തിൽ -θ ആയിരിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ പോളാർ ഫോം പഠിച്ച സമയത്ത് നമ്മൾ ഇത് പഠിച്ചിരുന്നു. ക്വാഡ്രന്റ് കണ്ടുപിടിക്കാനൊക്കെ അത് അറിഞ്ഞിരിക്കണം. നമുക്ക് ചില പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിനി പ്രോബ്ലംസിലേക്കൊന്ന് കടക്കണം. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുക. സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ നമുക്ക് നോക്കാം. അതിനായിട്ട് സൈൻ ഇൻവേഴ്സ് 1/√2നെ നമ്മൾ y എന്ന് വിളിച്ചു. അപ്പം നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഈ സൈൻ y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/√2 ആയിരിക്കും. നമുക്കറിയാം 1/√2 വരുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. സൈൻ y ഇവിടെ പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കാം, അല്ലെങ്കിൽ എവിടെ ആവാം? സെക്കൻഡിലാവാം. കാരണം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ റേഷ്യൂസ് പോസിറ്റീവാണ്, സെക്കൻഡിൽ സൈൻ എക്സും കൊസീക് എക്സും പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ സൈൻ y പോസിറ്റീവ് ആയതുകൊണ്ട് ഈ y എന്നുള്ളത് ഫസ്റ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ വരും. ഫസ്റ്റിൽ വന്നാൽ നമ്മൾ എടുക്കുന്ന ആംഗിൾ തീറ്റ എന്നും, സെക്കൻഡിൽ വന്നാൽ π - θ എന്നും. അപ്പോൾ നമുക്ക് പറയാം y = θ ഓർ π - θ. ഇനി തീറ്റ കണ്ടുപിടിക്കാൻ ഈ സൈൻ y 1/√2 ആകുന്ന ആംഗിൾ നോക്കുക. അത് 45 ഡിഗ്രി. 45 എന്ന് പറയുമ്പോൾ π/4 ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? y = π/4 അല്ലെങ്കിൽ π - π/4. ദാറ്റ് ഈസ് π/4 ഓർ π - π/4 എന്ന് പറയുമ്പോൾ 3π/4. π/4 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 45 ഡിഗ്രി. 3π/4 എന്ന് പറയുന്നത് 135 ഡിഗ്രി. 3 × 45 135. അപ്പോൾ ഒന്നുകിൽ 45 ഡിഗ്രി അല്ലെങ്കിൽ 135 ഡിഗ്രി ആവാം.
ഇനി നോക്കേണ്ടത് പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ നേരത്തെ 6 ഫംഗ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അപ്പോൾ അതിൽ സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് -π/2 π/2, അതായത് -90 +90 ഇതിനിടയ്ക്കേ വരുള്ളൂ, അല്ലെങ്കിൽ ഈ ഇൻ്റർവെല്ലേ വരത്തുള്ളൂ. അപ്പോൾ ഈ ഇൻ്റർവെൽ വരുന്ന ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ π/4 ആണ്. കാരണം ഇത് 45, ഇത് 135. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഏതാ? π/4. സോ ഇവിടെ നമുക്ക് പറയാം y ഈക്വൽ എന്താവണം? π/4 ആണ് വരേണ്ടത്. y മീൻസ് നമ്മുടെ സൈൻ ഇൻവേഴ്സ് 1/√2 ആയിരുന്നു. സോ സൈൻ ഇൻവേഴ്സ് 1/√2 ഈസ് ഈക്വൽ ടു π/4. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് 1/√2 കണ്ടുപിടിക്കാൻ നമ്മളതിനെ y എന്ന് വിളിച്ചു. അപ്പോൾ സൈൻ y ഈസ് ഈക്വൽ ടു 1/√2 ആണ്. ഇവിടെ സൈൻ y പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒന്നുകിൽ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റിലാവും അല്ലെങ്കിൽ സെക്കൻഡിലാവും. അങ്ങനെ വരുമ്പോൾ തീറ്റ അല്ലെങ്കിൽ π-θ ആണ് നമുക്ക് എടുക്കുന്ന ആംഗിൾ. സോ y ഈക്വൽ ടു π/4 ഓർ 3π/4. ബട്ട് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് -π/2 +π/2. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന വാല്യൂ, അതായത് -π/2 π/2 എന്നുള്ള ഇൻ്റർവെൽ വരുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ 45 ഉണ്ട് 135 ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്നത് 45 ആണ്. സോ y ഈസ് ഈക്വൽ ടു π/4. ദാറ്റ് മീൻസ് y എന്ന് പറഞ്ഞാൽ നമുക്ക് സൈൻ ഇൻവേഴ്സ് 1/√2 ആണ്. സൈൻ ഇൻവേഴ്സ് 1/√2 ഈസ് ഈക്വൽ ടു π/4 എന്ന് കിട്ടും. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ച് നമുക്ക് എഴുതാൻ സാധിക്കും. ഇത് തന്നെ നമുക്ക് ഡയറക്റ്റ് ജിയോജിബ്ര ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതേപോലെ തന്നെ ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് -1/2. നമുക്കത് നോക്കാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കോസ് ഇൻവേഴ്സ് -1/2 നമ്മൾ y എന്ന് വിളിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോസ് y എന്ന് പറഞ്ഞാൽ -1/2. ദാറ്റ് മീൻസ് കോസ് നെഗറ്റീവ് വരുന്ന കേസ് നോക്കുക. കോസ് നെഗറ്റീവ് വരണമെങ്കിൽ y എന്നുള്ളത് ഇവിടെയൊക്കെ വരാം, ഒന്നുകിൽ സെക്കൻഡിൽ അല്ലെങ്കിൽ തേർഡിൽ. കാരണം ഇവിടെ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്, തേർഡിൽ ടാനും കോട്ടുമാണ്. അപ്പം കോസ് നെഗറ്റീവ് വരുന്ന സെക്കൻഡ് ഓർ തേർഡാണ്. സെക്കൻഡിൽ വന്നാൽ π-θ, തേർഡിലാണെങ്കിൽ -π-θ. ഇനി നോക്കേണ്ടത് കോസ് y 1/2 വരുന്ന വാല്യൂ നോക്കുക. 1/2 വരുന്നത് 60 ഡിഗ്രിയാണ്. 60 എന്ന് പറഞ്ഞാൽ π/3 ആണ്. അപ്പോൾ രണ്ട് കേസ് വരാം. π-θ എന്ന് പറഞ്ഞാൽ π/3, π-π/3 ഓർ -π-π/3. ദാറ്റ് മീൻസ് 2π/3 ഓർ -2π/3. 2π/3 എന്ന് പറഞ്ഞാൽ 2 × 120, ഇത് -120. 120യും -120യും ആണ്. പക്ഷേ നമുക്കറിയാം പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് 0 to π ആണ്. അപ്പോൾ നെഗറ്റീവ് കേസ് അവിടെ ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് 2π/3 ആണ്, ഇതിനിടയ്ക്ക് വരുന്ന വാല്യൂ. സോ y ഈസ് ഈക്വൽ ടു 2π/3. അതിൻ്റെ മീനിങ് y എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് ഇൻവേഴ്സ് -1/2 ആണ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് -1/2 ഈസ് ഈക്വൽ ടു 2π/3 എന്ന് കിട്ടും. ഇതായിരുന്നു നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, കോസ് ഇൻവേഴ്സ് -1/2ൻ്റെ ക്വസ്റ്റ്യൻ. ഇതേപോലെ ഇതിനെ നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ച് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു അസൈൻമെൻ്റ് ഉണ്ട്, നിങ്ങളൊന്ന് ചെയ്യുക. അത് ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂസ് ഓഫ് സൈൻ ഇൻവേഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് -1/2, രണ്ടാമത്തെ കോസ് ഇൻവേഴ്സ് √3/2, ദെൻ മൂന്നാമത്തെ കൊസീക് ഇൻവേഴ്സ് 2, നാലാമത്തെ ടാൻ ഇൻവേഴ്സ് -√3. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്ത പ്രോപ്പർട്ടീസിലേക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. അത് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് സൈൻ ഇൻവേഴ്സ് 1/x ഈക്വൽ ടു കൊസീക് ഇൻവേഴ്സ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഓർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു
-1 ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് കൊസീക് ഇൻവേഴ്സ് x ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.